إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال الله تعالى نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് അതിന് പ്രാധാന്യത കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും അവൻ പുറത്തു നൽകി മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ നിരവധി സൂറത്തുകൾ പല ഘട്ടങ്ങളിലായി ആവർത്തിക്കുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ അർത്ഥത്തിൽ പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചില സൂറത്തുകൾ ചില സാഹചര്യങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ ആ സൂറത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിത്യവും പാരായണം ചെയ്തിരുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ എല്ലാ ആഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ആവർത്തിച്ച് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, പാരായണം ചെയ്യാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള, ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്നത്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു സൂറത്താണത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും അത് നാം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും അതിന് പിന്നിലുള്ള രഹസ്യം? നമ്മുടെ ജീവിതവുമായി
സൂറത്തുൽ കഹ്ഫ് ഏതർത്ഥത്തിലാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? എല്ലാ ആഴ്ചകളിലും ഈ സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്തിട്ട് എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഏതർത്ഥത്തിലാണ് നമ്മുടെ ജീവിതത്തെ ആ സൂറത്ത് സ്വാധീനിച്ചിട്ടുള്ളത് എന്നൊക്കെ നാം തീർച്ചയായും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, എല്ലാ ആഴ്ചകളിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആളുകൾ അവർ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവർക്ക് സംരക്ഷണം ലഭിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. എല്ലാ നമസ്കാരങ്ങളിലും നാം അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദജ്ജാലിന്റെ ഫിത്ന. വമിൻ ഫിത്നത്തി മഹ്യായ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. എല്ലാ നമസ്കാരങ്ങളും നാം തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കും ആ സൂറത്ത് നിങ്ങൾ എല്ലാ ആഴ്ചകളിലും പാരായണം ചെയ്യുകയാണെങ്കിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ അല്ലാഹ ലഹു നൂർ മാ ബൈനൽ ജുമുഅത്തൈൻ. രണ്ട് ജുമുഅകൾക്കിടയിൽ അത് അവനൊരു പ്രകാശമായി വർത്തിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമാത്രം വലിയ വാഗ്ദാനങ്ങൾ ഈ സൂറത്തിൽ നൽകിയിരിക്കുന്നത്? എന്താണ് അതിന്റെ ഉള്ളടക്കം? സൂറത്തുൽ കഹ്ഫ് ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രകാശമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും അർത്ഥത്തിൽ, ഏതെങ്കിലും അന്ധകാരത്തിൽ സൂറത്തുൽ കഹ്ഫ് നമുക്ക് വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? അതല്ല, ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ കാലങ്ങളായി കേട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന ചില ഹദീസുകൾ മാത്രമാണോ? അതിന് വല്ല യാഥാർത്ഥ്യവുമുണ്ടോ? തീർച്ചയായും ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങളാണ്. സൂറത്തുൽ കഹ്ഫിലെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 4 ചരിത്ര സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ 4 ചരിത്ര സംഭവങ്ങളുടെയും പ്രത്യേകത നമ്മുടെ നിത്യജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 4 ചരിത്ര സംഭവങ്ങളാണ് അത് എന്നുള്ളതാണ്. നാം നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള, അഭിമുഖീകരിക്കേണ്ട, നേരിടേണ്ട 4 പ്രതിസന്ധികൾ, അതല്ലെങ്കിൽ 4 പരീക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ആ ചരിത്ര സംഭവത്തിലൂടെ അള്ളാഹു നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു വെക്കുന്നത്. ആ 4 പരീക്ഷണങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരാൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അയാൾക്ക് സംരക്ഷണം ലഭിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു ഫിത്നയല്ല. ദജ്ജാലിന്റെ ഫിത്ന ഈ 4 കാര്യങ്ങളിലൂടെയാണ് സംഭവിക്കുക. അതിലൊന്നാമത്തേത് നമ്മുടെ വിശ്വാസപരമായ പ്രതിസന്ധിയാണ്. വിശ്വാസപരമായി നാം നേരിടുന്ന പ്രതിസന്ധിയാണ്, പരീക്ഷണമാണ്, സാമൂഹിക സമ്മർദ്ദങ്ങളാണ്. സാമൂഹിക സമ്മർദ്ദങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ ഏത് രൂപത്തിലാണ് നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുക, ഏത് രൂപത്തിലുള്ള നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതാണ് അതിലെ ആദ്യത്തെ സംഭവം നമുക്ക് വരച്ച് കാണിച്ചു നൽകുന്നത്. രണ്ടാമത്തെ കാര്യം അത് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് നാം നേരിടാൻ സാധ്യതയുള്ള, നാം അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഒരു പരീക്ഷണമാണ്. മൂന്നാമത്തേത് വൈജ്ഞാനികമായി നാം അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു പരീക്ഷണമാണ്. നാലാമത്തേത് അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പരീക്ഷണമാണ്. ഈ 4 സാഹചര്യങ്ങളും നാം നിത്യവും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഈ 4 സാഹചര്യങ്ങളിലും പല മനുഷ്യരും പതറിപ്പോകാറുണ്ട്, പരാജയപ്പെട്ടു പോകാറുണ്ട്, അതിന്റെ ഫിത്നയിൽ അകപ്പെട്ടു പോകാറുണ്ട്. ഈ 4 കാര്യങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ദജ്ജാൽ മനുഷ്യനെ വഞ്ചിക്കുക. വൈജ്ഞാനിക മേഖലയിലൂടെ, സാമ്പത്തിക മേഖലയിലൂടെ, അധികാര മേഖലയിലൂടെ, സാമൂഹിക സാഹചര്യങ്ങളിലൂടെ. അതിലൊന്നാമത്തെ സംഭവം നമ്മൾ എടുത്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിവരിക്കാൻ തുടങ്ങുന്നത് തന്നെ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. അല്ലാഹു പറയാണ് ഒരു ചരിത്രം, നഹ്നു നഖുസ്സു അലൈക,
ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരികയാണ് നബഅഹും അവരുടെ ആ കഥ, അവരുടെ ആ ചരിത്രം ബിൽ ഹഖ് ഏറ്റവും സത്യസന്ധമായ രൂപത്തിൽ, ഏറ്റവും കൃത്യമായ രൂപത്തിൽ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊരു ചരിത്രം പറഞ്ഞു നൽകുന്നുണ്ടെങ്കിൽ, ഒരു ചരിത്ര സംഭവം അല്ലാഹു നേരിട്ട് വിവരിക്കുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാവണം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ അത് ഉൾപ്പെടുത്തുന്നതിലൂടെ ഖിയാമം വരെ വരുന്ന ഓരോ മനുഷ്യരും അത് ആവർത്തിച്ച് പാരായണം ചെയ്യണം എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു ചരിത്ര സംഭവമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലാദ്യമായി നമുക്ക് മുന്നിൽ വിവരിച്ചു നൽകുന്നതിന് ഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. എന്നിട്ട് ആമുഖമെന്നോണം അള്ളാഹു അത് ആരംഭിക്കുന്നത് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അത് അവരൊരു പറ്റം യുവാക്കളായിരുന്നു, യുവതയായിരുന്നു, യുവസമൂഹമായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിൽ വിശ്വസിക്കാൻ തയ്യാറായി. തങ്ങളുടെ റബ്ബിനെ തിരിച്ചറിഞ്ഞ, തങ്ങളുടെ റബ്ബിൽ ഈമാനുള്ളവരായി മാറിയ ഒരു പറ്റം യുവാക്കളുടെ ചരിത്രമാണത്, യുവാക്കളുടെ കഥയാണത്. ഇത് എവിടെ നടന്നെന്നോ എപ്പോഴാണ് നടന്നതെന്നോ ഇതാരാണെന്നോ അതിലെത്ര ആളുകളുണ്ടായിരുന്നു എന്ന് പോലും വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ അവരുടെ പ്രായം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു നൽകിയിരിക്കുകയാണ്. ഇന്നഹും ഫിത്യ, അവർ ഒരു പറ്റം യുവാക്കളായിരുന്നു, യുവസമൂഹമായിരുന്നു. അപ്പൊ ആ പ്രായത്തിന് ചില പ്രത്യേകതകളുണ്ട്, യുവത്വത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകത നമുക്കറിയാം, ഹൈസ്കൂളുകളിലും കോളേജുകളിലും എത്തുന്ന ആ സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും സഹപാഠികളിൽ ചെയ്യുന്നത് പോലെ, കൂട്ടുകാരിൽ ചെയ്യുന്നത് പോലെ, ആ നാട്ടിലുള്ള ട്രെൻഡിനനുസരിച്ച് ചെയ്യണം എന്ന ഒരു അർത്ഥത്തിലുള്ള ഒരു ചിന്ത കുട്ടികളിൽ ഏറ്റവും പ്രകടമാകുന്ന ഒരു സമയമാണ് ആ യുവത്വത്തിന്റെ കാലഘട്ടം, ചോരത്തിളപ്പിന്റെ കാലഘട്ടം. എല്ലാവരും എങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് അതുപോലുള്ള വസ്ത്രം തന്നെ എനിക്കും ലഭിക്കണം. എല്ലാവരും എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, എല്ലാവരും എങ്ങനെയാണോ സംസാരിക്കുന്നത്, എല്ലാവരും എന്ത് വാക്കാണോ ഉപയോഗിക്കുന്നത് ആ വാക്കുകൾ ഞാനും ഉപയോഗിക്കണം. ആ രൂപത്തിലുള്ള സംസാര ശൈലി ഞാനും അനുകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ എനിക്കും സമൂഹത്തിൽ സ്ഥാനമുണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ് യുവത്വത്തിന്റെ കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പല തെറ്റുകുറ്റങ്ങളിലും പിടിക്കപ്പെടുന്ന, പല തെറ്റുകുറ്റങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന യുവാക്കളെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ തെറ്റ് എങ്ങനെയാണ് നീ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അത് പുകവലിയാകാം, അത് മയക്കുമരുന്ന് ഉപയോഗമാകാം. അത് എങ്ങനെ ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക, അതിനോട് എനിക്ക് പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ടല്ല, അതിനോടെന്തെങ്കിലും ആകർഷണീയത ഉണ്ടായത് കൊണ്ടുമല്ല, പക്ഷേ എന്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാരത് ചെയ്യുമ്പോൾ ഞാനും അത് ചെയ്താലേ എനിക്ക് അവരുടെ കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഫിറ്റിൻ, അവരുടെ ഭാഗമാവുക, അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തെങ്കിലേ മതിയാകൂ എന്ന ചിന്തയാണ് എന്നെ ഇത്തരം തെറ്റുകളിലേക്ക് നയിച്ചത് എന്ന് അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ അർത്ഥത്തിലൊരു പ്രായത്തിൽ ഈ യുവാക്കൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ സാമൂഹിക സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ ആമനൂ ബിറബ്ബിഹിം, അവരവരുടെ റബ്ബിന്റെ വഴിയെ സഞ്ചരിക്കാൻ തയ്യാറായി, അവരവരുടെ റബ്ബിനെ കണ്ടെത്താൻ തയ്യാറായി, ആ റബ്ബിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കാൻ അവർ തയ്യാറായി. യുവത്വത്തിന്റെ ആ ഒരു കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഒഴുക്കിനൊത്ത് സഞ്ചരിക്കുന്നത് പോലെ തന്നെ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. ഏത് ഒഴുക്കിനെതിരെയും നീന്താനുള്ള ചാലകശക്തി, ഇച്ഛാശക്തി, കെൽപ്പ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടം അവന്റെ യൗവന കാലഘട്ടമാണ്. അവരുടെ യുവത്വത്തിലാണ് ഏത് സാമൂഹിക സാഹചര്യങ്ങൾക്കും ഏത് സാമൂഹിക സമ്മർദ്ദങ്ങൾക്കുമെതിരെ നിലകൊള്ളാനും ജീവിക്കാനും അവന് ശേഷിയുള്ളവനായിട്ട് മാറുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ വിശ്വാസങ്ങൾക്കെതിരായിക്കൊണ്ട് തങ്ങളുടെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ അവർ തയ്യാറാവുകയാണ്. തങ്ങളുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇവർ തയ്യാറാവുകയാണ്. യുവാക്കളുടെ മറ്റൊരു പ്രത്യേകത, അവർ ആ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്നവരായിരിക്കുമെന്ന് മാത്രമല്ല, യുവസമൂഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ ഗതി തന്നെ മാറ്റാൻ അവർക്ക് കഴിയും. സമൂഹത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു സമൂഹം, ഒരു സമുദായത്തിലെ ഏറ്റവും ശക്തിയുള്ള വിഭാഗം എന്നുള്ളത്, അവരുടെ നട്ടെല്ല് എന്നുള്ളത് അവരുടെ യുവസമൂഹമാണ്. ഒരു സമൂഹത്തിന്റെ ഉദ്ധാന പതനം തീരുമാനിക്കുന്നത് അതിലെ യുവാക്കളും അതുകൊണ്ടാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്,
അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വയസ്സിനെ പറ്റി മാത്രമല്ല നിങ്ങളോട് ചോദിക്കുക, ഉംരിഹി ഫീമ അഫ്ന, നിങ്ങളുടെ ആയുസ് നിങ്ങൾ എങ്ങനെ ചിലവഴിച്ചു എന്ന് മാത്രമല്ല നിങ്ങളോട് ചോദിക്കുക. അതിനും അപ്പുറത്തേക്ക് വഅൻ ശബാബിഹി ഫീമ അബ്ല, യുവത്വത്തെ സംബന്ധിച്ച് അള്ളാഹു പ്രത്യേകമായി ചോദിക്കും. ആ ആയുസിൽ നിന്ന് നിങ്ങൾ യുവാവായിരിക്കെ, യുവതിയായിരിക്കെ, നിങ്ങളുടെ ആ സുവർണ കാലഘട്ടം നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിച്ചത്? നിങ്ങൾ വാർദ്ധക്യത്തിലെത്തിയപ്പോ ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും പള്ളിയിൽ ഇരുന്നെന്ന് വരാം, നിങ്ങൾ ഒരുപാട് നന്മകളിൽ ഏർപ്പെട്ടെന്ന് വരാം. പക്ഷേ അതല്ല, അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ യുവാവായിരിക്കുമ്പോ, നിങ്ങൾ യുവതികളായിരിക്കുമ്പോ നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചത്, നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ സമയത്തെ ചിലവഴിച്ചത്? കൃത്യമായി അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്താനുള്ള കാരണം ആ കാലഘട്ടത്തിന്, ആ സമയത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. കാരണം ആ അർത്ഥത്തിൽ യുവാക്കളെ നമ്മൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. യുവാക്കളും യുവതികളും അവരുടെ പൊട്ടൻഷ്യൽ സ്വയം തിരിച്ചറിയണം, എന്നിട്ട് അവർ ഉയർന്നു വരണം. അതുപോലെ അവർക്ക് അതിനുള്ള വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതും മറ്റുള്ളവരുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക്, യസ്രിബിലേക്ക് ആദ്യമായി നിയോഗിക്കുന്നത്. അവിടെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ജീവിക്കാൻ യോഗ്യമായ ഒരു പ്രതലം രൂപപ്പെടുത്താൻ ആ ദഅവത്തിന്റെ ഉത്തരവാദിത്തം അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 25 മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് 26 വയസ്സിൽ താഴെ മാത്രമായിരുന്നു അന്ന് അദ്ദേഹത്തിന് പ്രായം. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കാത്തിബായി മാറിയപ്പോ, വിശുദ്ധ ഖുർആൻ എഴുത്തുകാരനായി മാറിയപ്പോ അദ്ദേഹത്തിന് വെറും 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടപ്പോ അന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വെറും 22 വയസ്സ് മാത്രമാണ് പ്രായം. മദീന കണ്ട ഏറ്റവും വലിയൊരു സൈന്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കാൻ ഒരുങ്ങിയപ്പോ അതിന്റെ നേതാവായി പ്രവാചകൻ നിയോഗിച്ചത് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ അർത്ഥത്തിൽ യുവാക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ രൂപത്തിൽ പരിഗണിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നൊരു യുവാവായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ, സ്ത്രീകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അന്നൊരു യുവതിയായിരുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം ആളുകൾക്ക് വലിയൊരർത്ഥത്തിലുള്ള വലിയ പ്രാധാന്യത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പിശാച് ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ആരംഭിച്ചാൽ അവർ ആദ്യം പിടിക്കുക ഈ യുവാക്കളെയാണ്, ആ യുവ സമൂഹത്തെയാണ്. അവരെ പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ ഏർപ്പെടുത്താൻ, വിനോദങ്ങളിലും പ്രണയങ്ങളിലുമായി അവരുടെ ഏറ്റവും അമൂല്യമായ സമയത്തെ നശിപ്പിക്കാനാണ് പിശാച് ഏറ്റവും ശ്രമിക്കുക. പള്ളിയുടെ ആദ്യ സഫിൽ വയോധികരായ മനുഷ്യര് മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, വൃദ്ധജനങ്ങളെ മാത്രമാണ് പള്ളിയിലെ ആദ്യ സഫിൽ നമ്മൾ കാണുന്നതെങ്കിൽ അത് ആത്മീയമായ ആ സമൂഹം അപജയത്തിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഫജ്റിന് പള്ളിയിൽ യുവാക്കളെക്കാൾ കൂടുതൽ വയസ്സായ ആളുകളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആത്മീയമായി എത്രയോ പിന്നിലാണ് ആ സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. കാരണം പിശാച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, യുവാക്കൾ പിന്നിലേക്ക് മാറി നിൽക്കണം. യുവ സമൂഹം ഒരർത്ഥത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിലേക്കും വരരുത്, അവർ പിന്നിലേക്ക് മാറി നിൽക്കണം. കാരണം അവര് വന്നാലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക, അവരിലൂടെയാണ് വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുക, അവരിലൂടെയാണ് സമൂഹം മാറി മറിയുക. അതുകൊണ്ട് അവരെ എല്ലാ അർത്ഥത്തിലും അടക്കിയിരിക്കാൻ, വിനോദങ്ങളിലും അർത്ഥത്തിൽ പ്രയോജനരഹിതമായ കാര്യങ്ങളും തളച്ചിടാൻ പിശാച് ഏറ്റവും കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കാണാൻ കഴിയും. നമ്മുടെ ആ ചരിത്രത്തിലേക്ക് പറയാം. ആമനൂ ബി റബ്ബിഹിം, ഈ യുവാക്കൾ ആ അർത്ഥത്തിൽ സാമൂഹിക സമ്മർദ്ദങ്ങൾക്കൊക്കെ ഭയപ്പെടാതെ, മാറ്റത്തെ ഭയപ്പെടാതെ, ആമനൂ ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കാൻ തയ്യാറായി. വസിദ്നാഹും ഹുദാ, അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ അവർ ആത്മാർത്ഥത തെളിയിച്ചപ്പോൾ അള്ളാഹു ഹിദായത്തിന്റെ വാതായനങ്ങൾ അവർക്ക് മുന്നിലേക്ക് തുറന്നു. അവരുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് വേണ്ടി തങ്ങളുടെ വിശ്വാസങ്ങളെ അടിയാറവ് വെച്ചുകൊണ്ട് അവരുടെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ ആദർശങ്ങളെ പണയം വെച്ച ഒരു വലിയൊരു ജനസഞ്ചയമായിരുന്നു അവരുടെ ചുറ്റുമുണ്ടായിരുന്നത്. പക്ഷേ ഈ യുവാക്കൾ അവരുടെ കൂടെ നിൽക്കാതെ ഈ ദീനുമായി ഉയർത്തെഴുന്നേറ്റു. ഖാമു, അള്ളാഹു പറയാണ്, അവർ എഴുന്നേറ്റ് നിന്നു. ഖാമു ഫഖാലു, അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ആ കൊടിയ അക്രമിയായ ആ രാജാവിന്റെ മുന്നിൽ, ആ ആളുകളുടെ മുന്നിൽ, അജ്ഞരായ
ഭീരുക്കളായ ആ ജനസഞ്ചയത്തിനിടയിൽ നിന്ന് 5, 6, 7 മാത്രം അംഗം വരുന്ന ഈ യുവാക്കൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രാജാക്കന്മാരല്ല, ഞങ്ങളുടെ റബ്ബ് നിങ്ങളുടെ സിസ്റ്റം അല്ല, ഞങ്ങളുടെ റബ്ബ് നിങ്ങളുടെ കൾച്ചർ അല്ല, ഞങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ഈ നാഗരികതയല്ല, ഞങ്ങളുടെ റബ്ബ് ഈ നാട്ടുനടപ്പുമല്ല. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ആ ഇലാഹിനെ കൂടാതെ ഒരാളെയും ഇലാഹായി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾക്കും ഞങ്ങൾ തയ്യാറല്ല. അവിടെ ഒരു നീക്കുപോക്കിനും ഞങ്ങൾ തയ്യാറല്ല. ഏത് സാമൂഹിക സാഹചര്യം വന്നാലും ശരി, ഏതർത്ഥത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നാലും ശരി, ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ആ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്ന് ആ യുവസമൂഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ആ സമൂഹം ഒരിക്കലും ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്നതുകൊണ്ട് തങ്ങളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചില്ല. പലപ്പോഴും ഗുഹാവാസികളുടെ ചരിത്രം പറയുമ്പോൾ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിക്കാറുള്ളത് നിങ്ങളുടെ ഈമാനുമായി നിങ്ങളുടെ വിശ്വാസമായി ഓടിയൊളിക്കാനുള്ള ഒരു തെളിവായിട്ടാണ് പല ആളുകളും പറയുക. പക്ഷേ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആ ചരിത്രം ആരംഭിക്കുന്നത് ന്യൂനപക്ഷമായ ഈ സമൂഹം അവരുടെ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അവർ ഭീരുക്കളാകുന്നില്ല, അവർ ഡിഫൻസീവ് ആകുന്നില്ല, അവർ പ്രതിരോധത്തിലേക്ക് പോവുകയല്ല. ഞങ്ങൾ ന്യൂനപക്ഷമാണെന്ന് കരുതി അവർ പ്രതിരോധത്തിലേക്ക് പോവുകയല്ല. അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, നിങ്ങളുടെ ആരുടെയും തൃപ്തി ഞങ്ങൾക്ക് വേണ്ടതില്ല. അള്ളാഹുവിനെ കൂടാതെ, ആ റബ്ബിനെ കൂടാതെ മറ്റൊരു റബ്ബിനെ ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അഫ്ദലുൽ ജിഹാദ്, ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ അതിഭീകരനായ ഒരു രാജാവിന്റെ മുന്നിൽ, ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് സത്യം വിളിച്ചു പറയുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ്. അവിടെ നീക്കുപോക്കുകൾക്ക് തയ്യാറാവലല്ല. എന്തുകൊണ്ടാണ് അത്? കാരണം ഹഖിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യമുണ്ട് ഈ ഹഖാണ് വിജയിക്കുക. അള്ളാഹു അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആനിൽ ഹഖിനെ നമുക്ക് ചിത്രീകരിച്ച് നൽകിയിരിക്കുന്നത്. ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, നാം ഹഖ് കൊണ്ട് ബാത്തിലിനെ എറിഞ്ഞു വീഴ്ത്തുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ്, ആ ഹഖ്, ആ സത്യം ആ ബാത്തിലിനെ തകർത്ത് തരിപ്പണമാക്കുന്നു. അപ്പൊ ഹഖ് എന്നുള്ളത് അത് വിജയിക്കാനുള്ളതാണ്, ഹഖ് എന്നുള്ളത് അത് ശക്തമാണ്, ബാത്തിൽ അത് തകരാനുള്ളതാണ്, ബാത്തിൽ അത് പൊള്ളയാണ്, ബാത്തിൽ അത് അശക്തമാണ്. അതുകൊണ്ട് ഹഖിനാണ് വിജയം, ഹഖിനാണ് ശക്തി എന്ന് വളരെ കൃത്യമായി ഈ യുവാക്കൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹഖ് എന്നുള്ളത് എപ്പോഴും പ്രതിരോധിച്ചിരിക്കാനുള്ളത് മാത്രമല്ല, അത് അറിയാനുള്ളത് കൂടിയാണ്. നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, ഹഖാണ് എപ്പോഴും ഉയർന്നു നിൽക്കേണ്ടത്. ആ ഒരു ഖിയാമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. തങ്ങളുടെ നിലപാട് പറയാൻ കഴിയാത്ത, അത് പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരുതരം ഷണ്ഡീകരിക്കപ്പെട്ട സമൂഹമായിട്ട് നമ്മൾ മാറരുത്. വളരെ കൃത്യമായി നമ്മുടെ നിലപാട് നമുക്ക് വ്യക്തമാക്കാൻ കഴിയണം. അതാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ അവർ പല അർത്ഥത്തിലുള്ള മുദ്രകളും അവർക്കെതിരെ വന്നു. അവർ കുറ്റവാളികളായി മാറി, അവർ ആ നാട്ടിലെ ക്രിമിനലുകളായി മുദ്ര കുത്തപ്പെട്ടു, അവർ ആ നാട്ടിൽ ഒറ്റപ്പെട്ടു, അവർ കൊടിയ കുറ്റവാളികളാണെന്നും കാണുന്നിടത്ത് വെച്ച് കൊല്ലപ്പെടേണ്ടവരാണെന്ന പ്രഖ്യാപനം കൊട്ടാരത്തിൽ നിന്ന് വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇനി ഈ ആദർശവുമായി, ഇനി ഞങ്ങളുടെ ജീവനുമായി ഞങ്ങൾ എവിടെ പോകും എന്ന് അവർ ആലോചിക്കുന്നത്. അതുവരേക്കും ആ സമൂഹത്തിന്റെ ഒറ്റ നടുവിൽ നിന്നുകൊണ്ട് ആ നിലപാട് വ്യക്തമാക്കുകയും ആ സത്യത്തെ, ആ ആദർശത്തെ വളരെ ഉറക്കെ കൃത്യമായി സധൈര്യം ആത്മവിശ്വാസത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ ഖിയാമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അവർക്ക് എങ്ങനെയാണ് അങ്ങനെ നിലകൊള്ളാൻ സാധിച്ചത്? അള്ളാഹു പറയുന്നുണ്ട്, വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ സ്ഥൈര്യം നൽകി. ഇസ് ഖാമു, അവരങ്ങനെ നിലകൊള്ളാൻ തയ്യാറായപ്പോഴാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സ്ഥൈര്യം നൽകിയത്. അങ്ങനെ നിലകൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ആ ഖിയാം, നമസ്കാരത്തിലുള്ള ഖിയാമിനെ കുറിച്ച് മാത്രമല്ല ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ഖിയാം കൂടി അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. സൂറത്തുൽ മുസ്സമിലിൽ അള്ളാഹു റസൂലിനോട് പറയുന്നു, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, പ്രവാചകരെ താങ്കൾ രാത്രി കുറച്ചൊഴികെ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഖിയാമിലായി, നമസ്കാരത്തിലായിരിക്കുക. തൊട്ടടുത്ത സൂറത്തുൽ മുദ്ദസ്സിറിൽ മറ്റൊരു ഖിയാം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൽപ്പന കൊടുക്കുന്നുണ്ട്, ഖും ഫഅൻസിർ, അവിടെയും ഖിയാം തന്നെയാണ്, എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് നമസ്കാരത്തിന് വേണ്ടിയല്ല,
ലഅൻസിർ, താങ്കൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ. സൂറത്തുൽ മുദ്ദസ്സിർ അവതരിക്കുന്നത് എപ്പോഴാണ്? വെറും വിരലിൽ എണ്ണാവുന്ന മുസ്ലിമീങ്ങൾ മാത്രമുള്ള സാഹചര്യത്തിലാണ് സൂറത്തുൽ മുദ്ദസ്സിർ അവതരിക്കുന്നത്. മുസ്ലിമീങ്ങൾ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൂറത്തുൽ മുദ്ദസ്സിർ അവതരിക്കുന്നത്. ഖും ഫഅൻസിർ എന്ന് കരുതി നിങ്ങൾ ഭീരുക്കളാകരുത്, നിങ്ങൾ ആ അർത്ഥത്തിൽ പ്രതിരോധത്തിലേക്ക് മാറരുത്, നിങ്ങൾ ഒളിക്കുകയല്ല വേണ്ടത്. ഖും ഫഅൻസിർ, നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റുകൊണ്ട്, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം. ഖും ഫഅൻസിർ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയാം. ആ അർത്ഥത്തിൽ കൽപ്പിക്കാൻ നമുക്ക്, ആ അർത്ഥത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ, ആ അർത്ഥത്തിലൊരു നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. അള്ളാഹു ഹഖിനാണ് വിജയം നൽകുക എന്ന അടിയുറച്ച വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ആ കൂട്ടത്തിലേക്ക് നോക്കാം. അവർ പറയാണ്, ഇനി ഞങ്ങൾക്ക് ആകെയുള്ള അഭയം ആ ഗുഹയിലാണ്. ആ അന്ധകാരത്തിൽ, ആ പീഡനങ്ങളിൽ നിന്ന് തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ആദർശത്തെ ഞങ്ങൾ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ജീവന് ഭീഷണിയെ ഏതർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത്? ആ രൂപത്തിൽ തന്നെ ആദർശത്തിനോടുള്ള ഭീഷണിയെയും അത്ര ഗൗരവത്തിൽ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ആളുകൾ ഈ ആദർശവുമായിട്ട് ആ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് 100% ഉറപ്പായപ്പോ അവരൊരു ഗുഹ തേടി പോവാണ്. തങ്ങളുടെ ആദർശം സംരക്ഷിക്കാനുള്ള, തങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നത് പോലെ തങ്ങളുടെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു കഹ്ഫ് തേടി അവർ പോകുകയാണ്. നമുക്കും അങ്ങനെ ഒരു കഹ്ഫ് ആവശ്യമാണ്. ഈ അന്ധകാരത്തിൽ, ഈ ഫിത്നകളുടെ ലോകത്ത് നമുക്കൊരു കഹ്ഫ് ആവശ്യമാണ്. അതൊരു പക്ഷെ ഗുഹയായിരിക്കണമെന്നില്ല, അത് ചിലപ്പോ ഒരു സംഘമായിരിക്കാം, അത് ചിലപ്പോ ചില ആളുകളായിരിക്കാം. ആ ആളുകളിലേക്ക് ചേർന്ന് നിൽക്കാൻ, ആ അർത്ഥത്തിൽ ഒരു പ്രതലം രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ ആദർശത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രതലം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രതലത്തിലേക്ക് നീങ്ങാൻ നമ്മൾ കഴിയേണ്ടത്, അത് എത്ര ചെറിയ ആൾക്കൂട്ടമാണെങ്കിലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ബദഅൽ ഇസ്ലാമു ഗരീബ സയഊദു ഗരീബ. ഇസ്ലാം തുടങ്ങിയത് അപരിചിതമായിട്ടാണ്. ഇസ്ലാം ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ. പിന്നീട് യഥാർത്ഥ ഇസ്ലാം അങ്ങനെ തന്നെയായി മാറും. ഫതൂബാ ലിൽ ഗുറബ. ആ കാലഘട്ടത്തിൽ ആ അപരിചിതരായ ആളുകൾക്ക് മംഗളം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷവാർത്ത നൽകിയതായിട്ട് കാണുക. ഈ യുവാക്കൾ ആ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചതിന് ശേഷം അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. അവർക്ക് ചെയ്യാനാകുന്നതെല്ലാം അവർ ചെയ്തു, അവർക്ക് ത്യജിക്കാനാകുന്നതെല്ലാം അവർ ത്യജിച്ചു, നൽകാനുള്ളതെല്ലാം അവർ നൽകി. എല്ലാം നൽകിയതിനു ശേഷം അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി അവർ അള്ളാഹുവിനെ ബരമേൽപ്പിക്കുകയാണ്. അള്ളാഹുവെ, ഇനി നീ ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഇനിയൊന്നും നൽകാനില്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു, അതുകൊണ്ട് നിന്റെ റഹ്മത്ത് നീ ഞങ്ങളോട് കാണിക്കണം, ഞങ്ങൾക്ക് നീ മാർഗദർശനം നൽകണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. സത്യത്തിൽ അള്ളാഹു ഏത് രൂപത്തിൽ അവരെ ഏറ്റെടുത്തു എന്ന് കൂടി നമ്മൾ കാണണം. ഏത് രൂപത്തിലാണ് അള്ളാഹു അവരുടെ ആഗ്രഹങ്ങളെ അവരെ പൂർത്തീകരിച്ചത് എന്നുകൂടി നമ്മൾ വളരെ കൃത്യമായി, ഏത് രൂപത്തിലാണ് അള്ളാഹു അവരെ സംരക്ഷിച്ചത്. വനുഖല്ലിബുഹും ദാത്തൽ യമീൻ വദാത്ത ശിമാൽ. അവരുടെ ശരീരത്തെ അള്ളാഹു അവരുടെ 300 വർഷക്കാലം അള്ളാഹു സംരക്ഷിച്ചു. അവർക്ക് വേണ്ടി സൂര്യപ്രകാശത്തെ പോലും അള്ളാഹു ക്രമീകരിച്ചു. അവർക്ക് അനുകൂലമായ രൂപത്തിൽ എല്ലാ സാഹചര്യങ്ങളെയും അള്ളാഹു മാറ്റുകയാണ്. അവരുടെ ശരീരത്തെ മാത്രമല്ല, അവരുടെ നാമം പോലും അള്ളാഹു ഖിയാമം നാൾ വരെയും ഉയർത്തി. അവരുടെ നാമത്തെ പോലും, അവരുടെ യശസ്സിനെ അള്ളാഹു ഉയർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തു. അവരുടെ ത്യാഗത്തെ അള്ളാഹു ഒരിക്കലും വൃഥാവിലാക്കിയില്ല. അള്ളാഹു അവരെ ഉറക്കി കിടത്തിക്കൊണ്ട് അവരുടെ ചുറ്റും അവരാഗ്രഹിച്ചൊരു മാറ്റം കൊണ്ടുവന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരെ ഉറക്കിക്കൊടുത്തിക്കൊണ്ട് അള്ളാഹു അവരുടെ ചുറ്റും അവരാഗ്രഹിച്ച മാറ്റം കൊണ്ടുവന്നു. 300 വർഷങ്ങൾക്കിപ്പുറം അവർ ഉയർത്തെഴുന്നേറ്റപ്പോ, അവർ എഴുന്നേറ്റ സമയത്ത്, ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോഴേ അവർ കാണുന്നത് ഏതൊരു ദീനിന്റെ പേരിലാണോ, ഏതൊരു വിശ്വാസത്തിന്റെ പേരിലാണോ അവർ ഈ ഗുഹയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നത്, ആ വിശ്വാസം ആ നാട്ടിലെ ഔദ്യോഗിക വിശ്വാസമായിട്ട് മാറിയിരുന്നു. ഏതൊരു ആളുകളെ, ഏത് നാട്ടിലെ ആളുകളെ പേടിച്ചിട്ടാണോ അവർ ആ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചത്, ആ നാട്ടിലെ ആളുകൾ ഈ ആളുകളെ എങ്ങനെ ആദരിക്കണമെന്ന വിഷയത്തിൽ പരസ്പരം തർക്കിക്കുന്ന ഒരു ചിത്രമാണ് സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു നമുക്ക് കാണിച്ചു നൽകുന്നത്. അവര് വകദാലിക അസർനാ അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന അസ്സാഅത ലാ റൈബ ഫീഹാ ഇദ് യതനാസഊന ബൈനഹും അംറഹും. അവർ പരസ്പരം തർക്കിക്കുകയാണ്, ഇവരെങ്ങനെ ആദരിക്കും. ചില ആളുകൾ പറയുന്നു ഉബ്നു അലൈഹിം ബുനിയാന, അവർക്ക് ഇവരുടെ ഓർമ്മക്കായി ഒരു വലിയ കെട്ടിടം
പണിയാം. മറ്റു ചില ആളുകൾ പറയുന്നു അവരുടെ മേൽ ഒരു മസ്ജിദ് പണിയാം. ഈ രൂപത്തിൽ തർക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഘട്ടത്തെ അള്ളാഹു തലകീഴായി മറിച്ചു എന്നതാണ്. ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് ധരിച്ച ആ നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ വിശ്വാസം പരിപൂർണമായി ആ ആദർശം മൺമറഞ്ഞു പോയി എന്ന് കരുതിയ ഒരു ഘട്ടത്തിൽ നിന്ന് അള്ളാഹു ആ ആദർശത്തെ ഉയർത്തിക്കൊണ്ടുവരാണ്. മറ്റൊരു പാഠം കൂടി അവിടെ നമുക്ക് അള്ളാഹു നൽകുന്നുണ്ട്. ഒരിക്കലും ഈ ദീനിനെ സ്ഥാപിക്കാനോ ഈ ദീനിനെ ഉയർത്തിക്കൊണ്ടുവരാനോ ഈ ദീനിനെ സംരക്ഷിക്കാനോ അള്ളാഹുവിന് നിങ്ങളുടെ ആരുടെ ആവശ്യമില്ല. പക്ഷേ അള്ളാഹു നമ്മിൽ നിന്ന് നോക്കുന്നത് ആ സമർപ്പണ ബോധമാണ്. അതാണ് ആ യുവാക്കൾ അവിടെ കാണിച്ചത്. ആ യുവാക്കളൊന്നും അവിടെ ചെയ്തിട്ടില്ല. അവരാൽ കഴിയുന്നതെല്ലാം ആ മാർഗത്തിൽ സമർപ്പിച്ചു. ആ ത്യാഗം സഹിക്കാൻ അവർ തയ്യാറായി. അപ്പോഴേ അള്ളാഹു അവർക്ക് വിജയം നൽകി. അള്ളാഹു അവർ ആഗ്രഹിച്ച മാറ്റം അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിലുള്ള ഒരു വിശ്വാസം, ദൃഢബോധ്യം യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമാണ്. ഈ ദീനിന് നമുക്ക് ദീനിനാണ് ആവശ്യം, ഈ ദീനിന് നമ്മെ ആവശ്യമില്ല. അള്ളാഹു നാം അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ ഈ ദീനിനെ ഇവിടെ സംരക്ഷിക്കും, ഉയർത്തും. വേണമെങ്കിൽ അപ്പോൾ നമുക്ക് അതിന്റെ ഭാഗവത്താകാം, അതല്ലെങ്കിൽ നമുക്ക് നോക്കി നിൽക്കുന്നവരാകാം. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മുടെ ഈ ത്യാഗത്തെ പാഴാക്കുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ത്യാഗത്തിന്റെ വിത്തുകൾ അത് ചിലപ്പോൾ 300 വർഷങ്ങൾക്കപ്പുറമാണെങ്കിലും അത് മുളക്കും, അത് മറ്റു പല ആളുകൾക്കും തണലേകും എന്നതാണ് അള്ളാഹു ഈ കഥയിലൂടെ, ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. ആ വൃക്ഷങ്ങളിൽ മുളക്കുന്ന കായ്ക്കനികളുടെ മാധുര്യം ഇഹലോകത്തല്ലെങ്കിൽ പരലോകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന പാഠമാണ് സൂറത്തുൽ കഹ്ഫിലെ ഈ ചരിത്രത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. സത്യത്തെ മുറുകെ പിടിച്ച് ഏത് കഠിനമായ ജീവിത സാഹചര്യത്തിലും ഏത് ന്യൂനപക്ഷമായി മാറിയാലും ആ മൂല്യങ്ങളെ കൈയൊഴിയാതെ, ആ ആദർശത്തെ കൈയൊഴിയാതെ സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ അസ്ഹാബുൽ കഹ്ഫ് ഉണർന്നതുപോലെ മരണത്തിൽ ഉണരുമ്പോൾ നമുക്ക് സന്തോഷവാന്മാരായി ഉണരാൻ കഴിയും. നമ്മുടെ ത്യാഗത്തിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് ഉണരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എത്ര തന്നെ അസാധ്യമാണെന്ന് കരുതിയാലും നാം ആ ആദ്യത്തെ ചുവട് വെക്കാൻ തയ്യാറാകണം. നമുക്ക് നൽകാനുള്ളത് നമ്മൾ നൽകണം. നമുക്ക് സഹിക്കാനുള്ളത് ഈ മാർഗത്തിൽ നാം ആദ്യം സഹിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നാം ആഗ്രഹിച്ച മാറ്റം കൊണ്ടുവരിക. 2 കണ്ടീഷനുകളാണ് യഥാർത്ഥത്തിൽ വിജയത്തിന് വേണ്ടി ഈ സൂറയിലൂടെ അള്ളാഹു നമുക്ക് പകർന്നു നൽകിയത്. അതിലൊന്ന് വിശ്വാസമാണ്, മർമ്മപ്രധാനം എന്നതാണ്. വിശ്വാസം ഒരിക്കലും കൈയൊഴിയരുത്, ആദർശത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കരുത്. അതെന്ത് സാഹചര്യമാണെങ്കിലും ആ ആദർശത്തെ കൈയൊഴിയാതിരിക്കുക, ആ മൂല്യങ്ങളെ കൈവടിയാതിരിക്കുക, അതിനെ മുറുകെ പിടിക്കുക. രണ്ടാമതായി സമർപ്പണവും ത്യാഗവുമാണ്. ഈ മാർഗത്തിൽ എന്തും സമർപ്പിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം, വിജയം നമുക്ക് വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഈ കഥയിലെ ആദ്യത്തെ ആ ചരിത്ര സംഭവത്തിലെ ഒരുപാട് ഗുണപാഠങ്ങളിൽ വെച്ച് ഒരു ചെറിയൊരു ഗുണപാഠം മാത്രമാണ്. ഈ അർത്ഥത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ അവിടെയുണ്ട്. നമ്മൾ ആവർത്തിച്ച് സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതൊരു മന്ത്രമായി ഇങ്ങനെ പാരായണം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ അർത്ഥത്തിൽ അതിലൂടെ നമ്മുടെ ജീവിതം മാറണം. അപ്പോഴാണ് അത് 2 വെള്ളിയാഴ്ചകൾക്കിടയിലെ പ്രകാശമായിട്ട് അത് മാറുക. അപ്പോഴാണ് ദജ്ജാലിൽ നിന്നുള്ള ഫിത്നയിൽ നിന്ന് അത് നമുക്ക് കവചമായിട്ട് അത് മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ധീരരായ, നിലപാട് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്ന, ആദർശത്തിൽ വെള്ളം ചേർക്കാത്ത, തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളായി, യഥാർത്ഥ സത്യവിശ്വാസികളായി, ധീരരായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.